ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞൊരു ദിവസം? നന്നായിട്ട് ഉറങ്ങി. കുറേ ദിവസമായിട്ട് കിടക്കാൻ വൈകിപ്പോവും, അതിരാവിലെ എണീച്ച് ഓടുന്ന സ്ഥിതിയായിരുന്നു. ഇന്നലെ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റി. പിന്നെ ബൂത്തുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വളരെ വളരെ സന്തോഷകരമായ വാർത്തകളാണ്. മലപ്പുറം ജില്ലയിൽ VS ജോയി വേഴ്സസ് ആര്യാടൻ ഷൗക്കത്ത്, അതല്ലെങ്കിൽ BB പ്രകാശിൻ്റെ ഫാമിലിയുമായിട്ടുള്ള ആ രീതിയിലൊക്കെ പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിലുള്ള വിവാദങ്ങളെയൊക്കെ പരിഹരിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അല്ലെങ്കിൽ ഞാനും VS ജോയും തമ്മിലൊരു പ്രശ്നമില്ല, ഞാനും പ്രകാശും തമ്മിലൊരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിലൊരു ധാരണ, ഞാനും VS ജോയും തമ്മിലുള്ളൊരു ധാരണ, ആരാണോ പാർട്ടി തീരുമാനിക്കുന്നത് അവർ മത്സരിക്കും, മറ്റുള്ളവർ പ്രചരണം നയിക്കും. ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ നയിക്കും, ഞാനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ജോയി നയിക്കും. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ നിലമ്പൂരിൽ രാഷ്ട്രീയം പറയും എന്നാണ്. UDF പറഞ്ഞത് ഞങ്ങൾ വികസന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമെന്നാണ്. പക്ഷെ അവസാനത്തേക്ക് എത്തുമ്പോൾ UDF-നും കുറേയൊക്കെ ഈ അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് ഒരിക്കലുമില്ല. UDF ഒരിക്കലും പ്രതിരോധത്തിലായിട്ടേ ഇല്ല. നമ്മുടെ കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വെച്ചു. അത് ജനങ്ങൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജനവിധി ഉണ്ടാവും. ഒരു കൂട്ടമായ പ്രവർത്തനമാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. യുവനിരയും സീനിയറായിട്ടുള്ള നേതാക്കളും എല്ലാവരും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നിലമ്പൂർ ഉണ്ടായിട്ടുള്ളത്. അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മുൻപ് ലഭിക്കാത്തൊരു വലിയ ഭൂരിപക്ഷം നിലമ്പൂർ. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.